നമസ്കാരം. മുൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കടുത്ത അച്ചടക്ക നടപടി നേരിട്ട എൻ പ്രശാന്തും ബി അശോകും തിരികെ സർവീസിലേക്ക്. ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഫയലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒപ്പിട്ടതോടെ സിവിൽ സർവീസ് വൃത്തങ്ങളിലെ വലിയൊരു അനിശ്ചിതത്വത്തിനാണ് വിരാമമായിരിക്കുന്നത്. ഭരണതലത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ പുകിലുകൾ സൃഷ്ടിച്ച സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇരുവർക്കും ഏത് ചുമതലയാകും നൽകുകയെന്നും വരും ദിവസങ്ങളിലെ വ്യക്തത വരികയുള്ളൂ. ഇവർ നടത്തിയ പ്രതികരണങ്ങളും ഇടതു ഭരണകാലത്ത് ഭരണപക്ഷത്തിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ചിരുന്നു. വിമർശനത്തിന്റെ പേരിലെടുത്ത നടപടി അനാവശ്യമാണെന്ന് കണക്കിലെടുത്താണ് പുതിയ സർക്കാർ ഇപ്പോൾ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥരുടെ കടുത്ത ക്ഷാമം നേരിടുമ്പോൾ 2 പേർ പുറത്തു നിൽക്കുന്നത് ഉചിതമല്ലെന്നും സർക്കാർ വിലയിരുത്തുന്നു. 9ഓളം സസ്പെൻഷൻ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത്. മാധ്യമങ്ങളുമായി അനുമതിയില്ലാതെ സംസാരിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറ്റവും ഒടുവിലെ നടപടി. ഡോക്ടർ എ ജയതിലകിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. മാർച്ചിലും ഏപ്രിലും അച്ചടി, ദൃശ്യ, സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ച് പ്രസ്താവനകൾ നടത്തിയെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നുമായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഡോക്ടർ എ ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി 2024 നവംബർ 11-നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരേ ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിലും ആദ്യമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ പ്രശാന്തിനെതിരായ നടപടി പല ഘട്ടങ്ങളിലായി നീട്ടുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ജയതിലകിനെതിരെ പ്രശാന്ത് പരാതിയും നൽകിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവും ഗുരുതരമായ ചട്ടലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയതിലകിനെതിരെ റൂൾ 7 പ്രകാരം പരാതി സമർപ്പിച്ചത്. ഡോക്ടർ എ ജയതിലക് IASനെതിരെ ഓൾ ഇന്ത്യ സർവീസ് റൂൾ 1968 പ്രകാരം നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക അധികാരി കൂടിയായ മുഖ്യമന്ത്രിക്കായിരുന്നു നേരത്തെ എൻ പ്രശാന്ത് പരാതി സമർപ്പിച്ചിരുന്നത്. കൃത്യമായ തെളിവുകളോടെ രേഖകൾ സഹിതമായിരുന്നു പരാതി. മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതല്ലാതെയുള്ള അനധികൃത സ്വത്തുക്കളുടെയും വിവരങ്ങളും ഇതിൽ പ്രശാന്ത് ഉൾപ്പെടുത്തിയിരുന്നു. പിണറായി വിജയനെയും മുൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ച് അഭിമുഖം നൽകിയതിൻ്റെ പിന്നാലെയാണ് ബി അശോകിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു, സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കി തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്നത്. LDFിൻ്റെ തുടർഭരണം എന്ന ആശയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഡോക്ടർ ബി അശോക് ഉയർത്തിയിരുന്നത്. തുടർഭരണം ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കുമെന്നും തുടർഭരണാനുഭവം വ്യക്തികളിലും കക്ഷികളിലും ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേരള ശബ്ദം എന്ന ലേഖനത്തിലായിരുന്നു ബി അശോകിന്റെ ഈ വിമർശനം. സുതാര്യമായ ജനാധിപത്യത്തിന് വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം ഇതിൽ വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവും ഈ ലേഖനത്തിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമാണെന്നായിരുന്നു അദ്ദേഹം സസ്പെൻഷൻ നേരിട്ട സമയത്ത് പ്രതികരിച്ചിരുന്നത്. സർക്കാരിനെതിരെ എന്തുതരം പ്രസ്താവനയാണ് താൻ നടത്തിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഉത്തരവിന് നിയമപരമായി നിലനിൽപ്പുണ്ടെന്ന് കരുതുന്നുമില്ല. കാവൽ മന്ത്രിസഭയാണ് സംസ്ഥാനത്തുള്ളത്. 2 പേർ നൽകിയ സ്വകാര്യ പരാതി സ്വീകരിച്ച് പ്രതികാര നടപടി എന്ന തരത്തിൽ ഒരു പരിശോധന നടത്താതെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം പുതിയ സർക്കാർ ഈ നടപടികൾ ഉറപ്പായും പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചീഫ് സെക്രട്ടറിയും സർക്കാരിനെയും വിമർശിച്ചതിന്റെ പേരിലെടുത്ത ഇത്തരം അച്ചടക്ക നടപടികൾ അനാവശ്യമാണെന്ന് ഔദ്യോഗികമായി വിലയിരുത്തുകയുമായിരുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ മന്ത്രിസഭയുടെ പ്രത്യേക അനുമതി ആവശ്യമില്ലാത്തതിനാൽ ഭരണപരമായ നടപടികൾ വേഗത്തിലാക്കി. സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ടായെന്ന മുൻ നിലപാടുകളിൽ വലിയ ഇളവുകൾ വരുത്തിയാണ് 2 പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള അന്തിമ ഉത്തരവിറങ്ങിയത്. ഇതോടെ ഇരുവരും വൈകാതെ പുതിയ വകുപ്പുകളിൽ ചുമതലയേറ്റ് സർവീസിൽ സജീവമാകും.